അപ്പൊ നമുക്കിനി തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ശീലാസനിലും ഉണ്ട്, ഹരിമോഹനും ഉണ്ട്. ആദ്യം നമുക്ക് ഹരിമോഹനിലേക്ക് പോകാൻ തോന്നുന്നു. അതെ അതെ, ഹരിമോഹൻ, ഹാപ്പി ക്രിസ്മസ് ആദ്യം തന്നെ. ഹാപ്പി ക്രിസ്മസ് രണ്ടുപേർക്കും. എനിക്ക് തോന്നുന്നു ഹരിയും ഗോപാലും ഒരുമിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ അവിടെ? പിന്നെ എല്ലാവരും ഹാപ്പി, ഞങ്ങൾ രണ്ടുപേരും പ്രത്യേകം ഹാപ്പി. ഹരി കാര്യങ്ങളാണ്. ഹരിയോടും ഗോപാലിനോടും ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നമുക്ക് ഈ ചെറുപ്പകാലത്തൊക്കെ ഒരു ക്രിസ്മസിന്റെ ഒരു ആഘോഷമുണ്ടല്ലോ. നമ്മളൊക്കെ 90s കിഡ്സ്, എനിക്ക് തോന്നുന്നു ഞാൻ 90s കിഡ്സ് ആണ്, റോഷി എനിക്ക്. അപ്പൊ നമ്മളൊക്കെ ക്രിസ്മസ് കാർഡിലൂടെയൊക്കെ ഈ ക്രിസ്മസ് വിശേഷങ്ങൾ, ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കൽ അതിപ്പോഴും ഉണ്ട്. എന്നാൽ പോലും കാർഡിലൂടെ സന്ദേശം കൈമാറിയ ഒരു ജനറേഷനാണ് നമ്മളൊക്കെ. ഇപ്പോൾ അത് റീലിലേക്ക് മാറിയിരിക്കുന്നു, എയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഹരിയുടെയും ഗോപാലിന്റെ ഒരു ക്രിസ്മസ് വിശേഷം, അത് ഒരു ചെറുപ്പകാലത്തെ ആ ഒരു വിശേഷം കൂടി പങ്കുവെച്ചുകൊണ്ട് തുടങ്ങിയാൽ നന്നായിരിക്കും. ഗോപാലോടെങ്കിൽ ആദ്യം തന്നെ അല്ല, എനിക്ക് അതിനകത്ത് ആദ്യം റോഷിനോടും ആര്യോടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ 90s ആണെങ്കിലും ജെൻസി എന്ന വ്യാജേന എൻ്റെ അപ്പിയറൻസിൽ ബാഗി ജീൻസും ഫൈവ് സ്ലീവ് ഷർട്ടും ഒക്കെ ഇട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിലുള്ള ഖേദം ഞാനിതിൽ പ്രകടിപ്പിക്കുകയാണ്. പിന്നെ 90s കിഡ്സിൻ്റെ ഈ ഒരു കാലം, നമ്മുടെ ക്രിസ്മസ് പരീക്ഷ, അതിനുശേഷം പുൽക്കൂടുണ്ടാക്കാനുള്ള മുള തപ്പിയുള്ള ഇറക്കം, വൈക്കോല് തേടൽ, അത് അങ്ങനെ ഒരു തരത്തിൽ പരിപാടി നടക്കും. പിന്നെ പണ്ട് ഈ ക്രിസ്മസ് കാർഡ് ഹരിക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മളിങ്ങനെ തുറക്കുമ്പോൾ പാട്ട് കേൾക്കുന്ന ക്രിസ്മസ് കാർഡ്, അതുപോലെ യേശുക്രിസ്തു പൊങ്ങി വരുന്ന ക്രിസ്മസ് കാർഡ്, അങ്ങനെ പല കാർഡുകളുണ്ട്. നമ്മൾ ഈ നേരിട്ട് കൊടുക്കലേ ഉള്ളത്. പോസ്റ്റ് ഹരിക്ക് പോസ്റ്റ് അയച്ച് അനുഭവങ്ങളുണ്ടല്ലേ പല കാലങ്ങളിൽ അല്ലേ ഹരി? തീർച്ചയായിട്ടും റോഷ്നി ആരി, അതായത് ഈ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപ് എൻ്റെ ഒരു സുഹൃത്തിന് ക്രിസ്മസ് കാർഡ്, അത് ഞങ്ങൾ നിരന്തരം അയക്കാറുള്ളതാണ്, എല്ലാ ക്രിസ്മസ് കാലത്തും അയക്കാറുള്ളതാണ്. ഞാൻ കാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കാർഡ് വാങ്ങിക്കാൻ പോയ സമയത്ത് പഴയതുപോലെ തന്നെ ഉള്ള കാർഡുകളുണ്ട്, പക്ഷെ പുതിയ കാർഡുകൾ കൂടി, അതായത് ജെൻസി ആളുകൾക്കുമുള്ള കാർഡുകൾ, അതായത് ഗോപാലിനെ പോലുള്ളവർക്കുള്ള കാർഡുകൾ കൂടി ഉണ്ട് അവിടെ എന്നുള്ളതാണ്. അതായത് കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന രീതിയിൽ. പക്ഷേ ആ കാർഡ് അയക്കുന്നതിൻ്റെയൊക്കെ ഒരു രസം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ കുറവാണ്. ഞാൻ ആ കാർഡ് മേടിക്കാൻ ചെന്ന സമയത്ത് അവിടെ കാർഡ് മേടിക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പണ്ട് ഈ കാർഡായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ഫ്രണ്ട്, സ്കൂളിലൊക്കെ തന്നെ ക്രിസ്മസ് ഫ്രണ്ട് ആരാണ് എന്നൊക്കെയുള്ള, ചിലപ്പോൾ നമ്മൾ നേരത്തെ സുഹൃത്തുക്കളോടത്ത് ഇങ്ങനെ സംസാരിക്കും, ഇന്ന ആളെ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. ഹരി, ഈ ഗോപാൽ പുൽക്കൂടുണ്ടാക്കിയ ഓർമ്മകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗോപാലിനോട് ഒരു പുൽക്കൂടുണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ വെക്കണമെന്ന് ചോദിച്ചാൽ ഗോപാൽ കുഴങ്ങുമോ? ഇല്ല, നമ്മള് പുൽക്കൂടിന് നമുക്ക് എല്ലാ ദൈവങ്ങളും ഒന്നാണല്ലോ. അതെ, ഇവിടെ പുൽക്കൂട് നോക്കിയേ, പുൽക്കൂട് നോക്കിയേ, ഉന്നയിച്ചൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി ജനിക്കാൻ പോകുന്നത്. അതായത് മനോഹരമായ ഒരു പുൽക്കൂട് കാണിച്ചു തന്നിട്ട് ഗോപാൽ അതുപോലെയുള്ള ഒരു പുൽക്കൂടാണ് ഉണ്ടാക്കിയിരുന്നതെന്ന് അവകാശപ്പെടുന്നുണ്ട്. നമുക്ക് തൽക്കാലം അത് അംഗീകരിച്ചു കൊടുക്കാം. തിരുവനന്തപുരത്തിന്റെ എല്ലാ ശ്രദ്ധയും വരുന്ന ഒരു ദേവാലയത്തിലാണ്. പാളയം പള്ളി എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ആളുകൾ സൗഹാർദ്ദത്തിന്റെ ഇടം കൂടിയാണ്. പള്ളിയും അമ്പലവും എല്ലാം ഒന്നിച്ച് വരുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ആഘോഷം എത്രത്തോളമാണ് എന്നുള്ളതാണ്. ഒരു 11:45 ഈ തിരുപ്പിറവി ദിവ്യബലി അടക്കമുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. പക്ഷേ അതിനു മുമ്പ് തന്നെ വിശ്വാസികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് എല്ലാ പ്രായത്തിലുമുള്ള, പ്രായഭേദമന്യുള്ള ആളുകൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ രസകരമായി നേരത്തെ ഞാനിങ്ങനെ അരുൺ സാറിനെ കാണിക്കുകയായിരുന്നു. 2 സൈഡിലുമായിട്ട് ഈ ഫോട്ടോ പോയിന്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിലെ ഫോട്ടോ പോയിന്റ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒരു സ്റ്റാറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഒരു കുട്ടിയുമായിട്ട് വന്ന് നിൽക്കുന്ന ആളുകൾ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഭയങ്കര രസകരമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പുറത്തെ സൈഡിൽ മറ്റൊരു രീതിയിൽ മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടാണ് കാണുന്നത്. ആളുകളൊക്കെ അത് വല്ലാത്ത രീതിയിൽ. എങ്ങനെയുണ്ട് ക്രിസ്മസ് ഇത്തവണ? ഇത്തവണയെന്നല്ലോ, ക്രിസ്മസ് എല്ലാ തവണയും അടിപൊളിയാണല്ലോ. എങ്ങനെയുണ്ട് പൊതുവെ ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ? ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് കുറച്ച് കളർഫുൾ ആണ്. എവിടെ നോക്കിയാലും ലൈറ്റും കാര്യങ്ങളേ ഉള്ളൂ. ബട്ട് ട്രിവാൻഡ്രം ഇപ്രാവശ്യം ഗംഭീരാണ്. അതെന്ത് ചോദ്യമാണ്? ഇവിടെ വന്നിട്ട് ഞാൻ തിരുവനന്തപുരംകാരിയാണ്, അതുകൊണ്ടല്ല തിരുവനന്തപുരത്ത് എത്രയും പറയുന്നത്. ഒരുപാട് പല നാടുകളിൽ നിന്ന്, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരംകാരല്ല, അപ്പം തിരുവനന്തപുരത്ത് വന്നിത് ആഘോഷിക്കുന്നവരും തിരുവനന്തപുരത്തുകാരായിട്ട് ആഘോഷിക്കുന്ന അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ കുറേ വർഷത്തെ തിരുവനന്തപുരത്തെ ക്രിസ്മസ് ആഘോഷത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ വർഷം എന്തെങ്കിലും പ്രത്യേകതയോ മാറ്റോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ വർഷം മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണം മുതൽ തിരുവനന്തപുരം മാറിയിരിക്കുകയാണ്. ഫുള്ള് വേറൊരു ലെവലിലാണ്. വേറൊരു വൈബാണ്. കാരണം വെച്ചാൽ നമുക്ക് ക്രിസ്മസ് ഇപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ഫീൽ കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ആവുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലുണ്ട്. കാരണം ആരാണോ ഈ തിരുവനന്തപുരം വന്ന് കാണാത്തവർ, അവരെല്ലാം ഏത് ജില്ലക്കാരാണോ അവർ വന്ന് കാണണം എന്ന് ഞാൻ പറയും. കാരണം അത്ര അടിപൊളി വൈബാണ്.
അത്തരത്തിൽ തിരുവനന്തപുരംകാരി ആഘോഷങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചും പറഞ്ഞ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളെ പറ്റി പറയുകയാണെങ്കിൽ ഹരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11:45 ഇവിടുത്തെ പാതിരാ കുർബാന ചടങ്ങ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പാതിരാ കുർബാന ഏറ്റവും വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു ദേവാലയം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലാണ് എന്ന് നമുക്ക് പറയേണ്ടതായിരിക്കുന്നു. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പായിട്ടുള്ള തോമസ് ജെ നെറ്റോയുടെ കാർമ്മികത്വത്തിലാണ് പാളയം പള്ളിയിലെ ഇന്നത്തെ പാതിരാ കുർബാന നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വലിയ ക്രിസ്മസ് റാലിയും സാന്റാക്ലോസ് റാലിയും അടക്കമുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രദക്ഷിണമൊന്നും തന്നെ ഇല്ല. ഇവിടുത്തെ ഈ പാതിരാ കുർബാന ഏകദേശം ഒരു 2 മണി വരെ നീണ്ടു നിൽക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് തോമസ് ജെ നെറ്റോ, അദ്ദേഹം ആർച്ച് ബിഷപ്പ്, അദ്ദേഹം ഒരു ക്രിസ്തുമസ് സന്ദേശം കൊടുക്കും. ഇപ്പോൾ അല്പനേരം മുൻപ് പട്ടം സെന്റ് മേരീസ് ദേവാലയത്തിലെ ക്രിസ്മസ് സന്ദേശം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ക്രിസ്മസ് കരോൾ സംഘങ്ങളെ അതിക്രമിച്ച് അക്രമം നേരിട്ടത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാർക്ക് ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ പരാമർശിക്കുകയുണ്ടായി. അത്തരത്തിൽ ഇവിടുത്തെ ആർച്ച് ബിഷപ്പും അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പരാമർശങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും പരാമർശങ്ങളോ ഇത്തരത്തിൽ ക്രിസ്തുമസ് സന്ദേശത്തിൽ പറയുമോ എന്ന കാര്യം ഏറെ ശ്രദ്ധേയമാണ്. മുൻപ് അത്തരത്തിൽ പല ഘട്ടങ്ങളിലും സന്ദേശത്തിൽ അത്തരം വാക്കുകൾ നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. എന്താണെങ്കിലും ഇനി അധികം മണിക്കൂറുകളില്ല, കൃത്യമായി പറയുകയാണെങ്കിൽ 1 മണിക്കൂർ അല്ലേ ഹരി, 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഈ ദേവാലയത്തിന്റെ മുറ്റം നമുക്ക് ഇങ്ങനെ ഒന്നും നിൽക്കാൻ കഴിയില്ല. അത്രയധികം ആളുകൾ ഇവിടെ തിങ്ങി നിറയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കാണാൻ വരുന്ന മനുഷ്യരുണ്ട്, ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി വരുന്ന മനുഷ്യർ. തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഉത്സവകാലങ്ങളിൽ ലൈറ്റ് കാണാൻ ഇറങ്ങുന്ന മനുഷ്യർ, പരിപാടികൾ കാണാൻ ഇറങ്ങുന്ന മനുഷ്യർ. നേരത്തെ മതസൗഹാർദ്ദത്തെ പറ്റി പറഞ്ഞു, തൊട്ടടുത്ത് മുസ്ലിം പള്ളിയുണ്ട്, തൊട്ടടുത്ത് വിനായക ക്ഷേത്രമുണ്ട്. അത്തരത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ തന്നെ മാതൃകയായി സൂചിപ്പിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പാളയം എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും നഗരമധ്യത്തിലാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ നേരത്തെ ഗോപാൽ സൂചിപ്പിച്ചതുപോലെ ഈ തലേ ദിവസമുള്ള, അതായത് ഇന്നിപ്പോൾ തിരുപ്പിറവി ദിവ്യബലി അടക്കമുള്ള ചടങ്ങുകൾ മാത്രമല്ല, ഈ തിങ്കളാഴ്ച മുതൽക്ക് ഇതിന്റെ ഓരോ പരിപാടികൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയുടെ കൂടുതൽ വിശ്വാസികൾ ഒഴുകിയെത്തുമ്പോൾ അത്തരം കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് എത്താം. ഹരിമോഹനും ഗോപാൽ ശീല സനലുമാണ് അവിടെ നിന്നും ചേർന്നത്. പാളയം പള്ളിയിലെ കാഴ്ചകളാണ് കണ്ടത്. അപ്പം മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്കിടയിലൊക്കെ നിന്ന ആളുകൾ ഫോട്ടോ എടുക്കുകയാണ്, ആഘോഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പല ദേവാലയങ്ങളിലേക്കും നമുക്കിനി പോകേണ്ടതുണ്ട്.